കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. എല്ലാ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകന്മാരും എല്ലാ സമരപരന്മാരും ഈ ബാനറിന് മുന്നിലായി റോഡിലിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ കലക്ടറേറ്റിലേക്ക് നമ്മൾ ഈ പ്രതിഷേധ മാർച്ചുമായി കടന്നു വന്നിരിക്കുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖലയെ താടെ തകർത്ത കഴിവുകെട്ട മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ മാർച്ചുമായി ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഈ മാർച്ചിന് ഔപചാരികമായി സമരപരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഷാഹിദ് കടലുണ്ടിയെ ക്ഷണിക്കുന്നു.
ബഹുമാനപ്പെട്ട ഈ സമരപരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ ആർ ഷഹീൻ, ബഹുമാനായിട്ടുള്ള DCCയുടെ പ്രസിഡന്റ് ശ്രീ പ്രവീൺ കുമാർ അവർ, തകർത്ത ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. കടുത്ത പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് കടുത്ത പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, വരും ദിവസങ്ങളിലെല്ലാം തന്നെ ശക്തമായിട്ടുള്ള സമരം സംഘടിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മിന്നൽ സമരങ്ങളിലേക്ക് അടക്കം കടക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യരംഗത്തെ തകർത്ത ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് നടക്കുകയാണ്. വിവരങ്ങൾ. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാണ് ആവശ്യം. കേരളത്തിലെ ആരോഗ്യരംഗം പൂർണ്ണമായും അനാരോഗ്യകരമായ ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് പ്രതിപക്ഷ സംഘടനകൾ വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുന്നത്. നേരത്തെ എരഞ്ഞിപ്പലം ഭാഗത്ത് നിന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടമായി മുദ്രാവാക്യം വിളികളുമായി കളക്ടറേറ്റിന് മുൻപിലേക്ക് എത്തിയത്. ഈ മാർച്ച് കളക്ടറേറ്റിന് മുൻപിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയും ചെയ്തു. തുടർന്ന് ഈ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം പ്രവർത്തകർ നടത്തിയെങ്കിലും മുതിർന്ന നേതാക്കൾ ഇടപെട്ട് അവരെ ശാന്തരാക്കി. ഇപ്പോൾ ഇതിന്റെ ഉദ്ഘാടന ചടങ്ങാണ് നടക്കുന്നത്. കോഴിക്കോട് DCC അധ്യക്ഷൻ പ്രവീൺ കുമാറാണ് ഈ ഒരു പരിപാടി, ഈ ഒരു മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇപ്പോൾ അതിന്റെ സ്വാഗത പ്രസംഗമാണ് നടക്കുന്നത്. ഇനി പോലീസാണെങ്കിൽ ഒരു കനത്ത സുരക്ഷാ സന്നാഹം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പൂർണ്ണമായും, അതായത് കളക്ടറേറ്റിലേക്കുള്ള 2 പ്രധാന കവാടങ്ങൾ മുഴുവനായും BJPയുടെ ശക്തമായ പ്രതിഷേധം നടക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കാസർഗോഡ് BJPയുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. രാജിവെക്കോ പുറത്തു പോകും, നിങ്ങൾക്കറിയില്ലെങ്കിൽ രാജിവെക്കോ പുറത്തു പോകും. ജയ് ബോലോ ജയ് ബോലോ, ജയ് ബോലോ ജയ് ബോലോ. പ്രതിഷേധം പ്രതിഷേധം, BJPയുടെ പ്രതിഷേധം, BJPയുടെ പ്രതിഷേധം. ഭരണം നിങ്ങൾക്കറിയില്ലെങ്കിൽ രാജിവെക്കോ പുറത്തു പോകും. കേരളത്തിന്റെ ആരോഗ്യരംഗം തകർത്ത മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കാസർഗോഡ് BJP പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരി പ്രവർത്തകന്മാരെ, ഭാരതീയ ജനതാ പാർട്ടി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധ മാർച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് വളരെ നമുക്കറിയാം, കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത് തന്നെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും വീർപ്പ് മുട്ടുന്ന ഒരു ജില്ലയാണ് എന്നതിൽ ഒരു സംശയവും ആർക്കുമില്ല. പ്രിയമുള്ളവരെ, കാലാകാലമായിട്ട് കാസർഗോഡ് ജില്ലയെ കേരളത്തിലെ ഇടതു മുന്നണിയായാലും വലതു മുന്നണിയായാലും മാറി മാറി വരുന്ന ഭരണകൂടം മുഴുവനും നാളിതുവരെ പറ്റിച്ച ചരിത്രം മാത്രമേ കാസർഗോഡ് ജില്ലയ്ക്കുള്ളൂ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇന്ന് കേരളത്തിലെ ബിന്ദുവിന്റെ മരണത്തെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം തുടരുകയാണ്.
കോട്ടയത്ത് BJPയുടെ പ്രതിഷേധം ശക്തമായി തുടരുന്നു. സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധ പ്രകടനത്തിൽ കൊല്ലത്ത് BJPയുടെ പ്രതിഷേധം. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ സമരം കൊല്ലത്ത് നടക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പരിശോധിക്കാൻ പറ്റുമോ എന്ന് ഒന്ന് നോക്കട്ടെ വാസവൻ സാറേ. അതിന് തന്നെയാണ് ഞങ്ങൾ റോഡിൽ ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങൾക്ക് സാധിക്കും.